ജന്മാദ്യസ്യേതൊന്നയാദിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോ മുഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 12-ാം അധ്യായത്തിൽ കാലഗണന, ഭഷീമത് ഭാഗവതം 3ാം സ്കന്ധം 12-ാം അധ്യായത്തിലെ കാലഗണന കഴിഞ്ഞു. 11-ാമത്തെ അധ്യായത്തിൽ തുടർന്നുള്ള സൃഷ്ടിയാണ് 12-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. 6 ശ്ലോകമാണ് പറഞ്ഞത്. സൃഷ്ടിയിലെ കാലഗണനയും കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് കുമാരസർഗം എന്ന സൃഷ്ടിയാണ്. ദശവിധ സൃഷ്ടിയെ അതിന് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞു. ത്വക്സാരങ്ങൾ, വനസ്പതി മുതലായിട്ടുള്ള സസ്യജാലങ്ങൾ, തിര്യക്കുകൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷം കുമാരസർഗം. ആരാ കുമാരസർഗം? 4 സനകൻ, ധനന്ദൻ, ധനാദനൻ, ധനകുമാരൻ. ഇവർ കുമാരന്മാരാണ്, അവിവാഹിതരാണ്. അപ്പോൾ വംശവർദ്ധനവ് നടക്കട്ടെ, ബ്രഹ്മാവിന് കുറച്ച് ഭാരം കുറയും എന്ന് വിചാരിച്ച് വംശവർദ്ധനവ് ഉണ്ടാവാൻ അവരോട് വിവാഹം കഴിക്കാൻ ബ്രഹ്മാവ് പറഞ്ഞു. അവരത് കൂട്ടാക്കിയില്ല. സംസാരത്തിൽ പെട്ടിട്ട് ഉഴലുക, കുറേ ജീവന്മാരെയും കൂടി സൃഷ്ടിക്കുക, അവരും സംസാരത്തിൽ പെട്ട് ഉഴലുക. എന്തിനാണ് ഇത്? സാധാരണ നിയമമല്ല കേട്ടോ. സാധാരണ നിയമം പ്രകൃതി പ്രകാരം വംശവർദ്ധനവ് ഉണ്ടാവുക, വിവാഹം കഴിക്കുക, അത് തന്നെയാണ്. ഇതൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് വിവാഹം വേണ്ട, സ്ത്രീകളടക്കം ഇപ്പം അങ്ങനെ പറയണം. സ്ത്രീകൾ ആ കാര്യം കൊണ്ടൊന്നുമല്ല കേട്ടോ, ആത്മീയം കൊണ്ടൊന്നുമല്ല അവർ വിവാഹം കഴിക്കാത്തത്. തോന്നിയത് കാട്ടി നടക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹം കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ലല്ലോ. അതിന് ശരിയല്ല. സാധാരണ നിലയ്ക്ക് വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഒക്കെ പോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണത് വേണ്ടത്. അപ്പോൾ ഇവർ അസാധാരണന്മാരാണ്. അവർക്ക് അങ്ങനെയൊക്കെ ആവാം. ഇപ്പം ശങ്കരാചാര്യരെ, വിവേകാനന്ദ സ്വാമികൾ ഒക്കെ വിവാഹം കഴിച്ചില്ലെങ്കിലും വിവാഹം കഴിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് അറിയാം. നമുക്കതറിയില്ല. നമ്മൾ കഴിച്ച് നോക്കിയുള്ള അനുഭവം കൊണ്ടേ നമുക്ക് വിരക്തി വരുള്ളൂ. നന്നല്ല തന്നെയാണ് അറിയേണ്ടത് കേട്ടോ. അതിൽ ലയിക്കാൻ പാടില്ല. ഓരോ അനുഭവങ്ങളും ഇത് ദുഃഖകരമാണ് എന്ന് മനസ്സിലാക്കി അനുഭവപ്രകാരം വിരക്തി വരിക എന്നതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും നല്ല ഒരു തത്വമാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് തന്നെ കടന്ന് തിരിയാണ്. അവിടെ പിശക് വരണം. വിവാഹം കഴിക്കണവരെയൊക്കെ ശരിയാണ്. പിന്നെ അവിടുന്ന് അങ്ങടോ വിരക്തിയാണ് ലക്ഷ്യമാക്കേണ്ടത്. വിരക്തിയെ ലക്ഷ്യമാക്കി അതിലിരുന്നാലോ വിരക്തി ഉണ്ടാവും. ആസക്തി മാത്രം പിടിച്ചു പോയാലോ ആസക്തി ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യവും പ്രവർത്തനത്തിനനുസരിച്ചല്ലേ ബലം. അപ്പോൾ ഇതൊരിക്കലും ഇതിൽ തന്നെ ലയിക്കാനല്ല, അനുഭവം ഉണ്ടാവാനാണ്. ഇതിൽ നിന്ന് മനസ്സിനെ നിവർത്തിക്കണം. അത് അനുഭവിച്ചിട്ട് വിരക്തി വരണം. ആ ലക്ഷ്യത്തിൽ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ സനകാദികൾ അതിന് തയ്യാറാവാത്തപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അപ്പം എന്ത് ചെയ്തു? പുരികക്കൊടി ചുളിഞ്ഞു. ദിയാ നിഗൃഹ്യമാണോബി ബ്രുവോർ മധ്യാത് പ്രജാപതേ. പ്രജാപതേ ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ ഭ്രൂ, പുരികക്കൊടി, പുരികക്കൊടിയുടെ മധ്യത്തിൽ നിന്ന് സദ്യോജായത തന്മന്യു കുമാരോ നീലലോഹിത, ശിവൻ ഉണ്ടായി എന്നാണ് പറയണത്. ക്രോധത്തിൽ നിന്നുണ്ടായത് അത്രേ ശിവൻ. സത്യോജാത
എന്നുള്ളൊരു പേര് തന്നെ ശിവനുണ്ട്. തൻ മന്യു കുമാരോ നീലലോഹിത, നീലലോഹിതൻ എന്ന പേരോടുകൂടി നീലവും വെളുപ്പും കലർന്ന പുത്രനായിട്ടാണ് ഉണ്ടായത്. വെറും വെളുപ്പല്ല, വെറും നീലയല്ല. അതാണ് നീലലോഹിത. പേരിടാറുണ്ടല്ലേ, നീലലോഹിത നാടാർ, നീലലോഹിത എന്നൊക്കെ ചിലരൊക്കെ അങ്ങനെ പേരിടാറുള്ളൂ, മാരാറൊക്കെ. നീലലോഹിതൻ നായർ, നീലലോഹിത വാര്യർ എന്നൊന്നും നമ്മളധികം കേട്ടിട്ടില്ല. നീലലോഹിത നാടാറൊറ്റ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടല്ലേ പഴയ കാലത്തെ. അതിൽ നീലലോഹിതൻ ശിവൻ്റെ ഒരു പേരാണ്. അങ്ങനെയാണ് ഉണ്ടായത്. നീലയും വെള്ളയും കൂടിയ കളറ് ക്രോധത്തിൽ നിന്നുണ്ടായി. സവൈ രുരോധ ദേവാനാം പൂർവജോ ഭഗവാൻ ഭവ നാമാനി ഗുരുമേധാത താനാനി ജഗദ്ഗുരോ. ഓരോരുത്തരുടെ ജനനവും ഓരോരുത്തരുടെ പ്രത്യേകതകളും പലതും വ്യത്യസ്തമാണ്. ഈ കുട്ടി കരഞ്ഞു. കുട്ടി കരയണല്ലോ. കുട്ടിയെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ആരും ചിരിച്ചിട്ടില്ല. കുട്ടി കരഞ്ഞോ എന്നാണ് ചോദിക്കുക അല്ലേ. കുട്ടി ചിരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്താ കാരണം? നീ കരയാൻ തന്നെ പോണ. പക്ഷെ ഇവിടെ കരയാനുള്ള കാരണം എന്താ? രുരോധ ദേവാനാം പൂർവജോ ഭഗവാൻ ഭവ നാമാനി കുരുമേ ദാത. ബ്രഹ്മാവേ എനിക്ക് പേരിടൂ 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 എന്ന് പറഞ്ഞിട്ട് അത്രേ കരഞ്ഞ്. നാമാനി കുരുമേ ദാത. പേരെവിടെ പേരെവിടെ, പേരെന്താ ഇടാത്ത, പേരിടൂ എന്ന് പറഞ്ഞ് കുട്ടി കരഞ്ഞു. മേ നാമാനി താനാനി, എനിക്ക് സ്ഥാനവും കൽപ്പിക്കണം എന്ന് പറഞ്ഞ് രുരോധ കരഞ്ഞു. അപ്പോഴോ ഇതി തസ്യ വശപാത്മോ ഭഗവാൻ പരിപാലയൻ. കരയല്ലേ ചെയ്തത്, എന്നാ അങ്ങനെ തന്നെ പേരാവട്ടെ. അഭ്യതാത് ഭദ്രയാ വാച മാരോതി തർക്കരോമിതേ. ഞാൻ ചെയ്യോളാം, പേരിട്ടോളാം. ജനിപ്പിക്കാനറിയെങ്കിൽ പേരിടാനും അറിയാലോ. കരയണ്ട, മാരോത് മാരോതി കരയണ്ട എന്ന് പറഞ്ഞു. മാരോത് കരയണ്ട കരണ്ട പറഞ്ഞു. മാരോദീതി കരയണ്ട. ഇതി തസ്യ വചപ്പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യതാത് ഭദ്രയാ വാച മാരോതി തർക്കരോമിതേ. നീ കരയണ്ട. യഥരോധി സുരശ്രേഷ്ഠ സ്വോദ്വേഗ ഇവ ബാലക തതത്വാം അഭിദാസ്യന്തി നാംന രുദ്ര ഇതി പ്രജ. കരയണവൻ എന്നർത്ഥമുള്ള രുദ്രൻ. വാക്കിൻ്റെ അർത്ഥം കരയുക എന്നത്രേ. ബാലകനെ പോലെ കരഞ്ഞത് നിമിത്തം പ്രജകൾ നിന്നെ രുദ്രൻ എന്ന് വിളിക്കും. ഇതാണ് രുദ്രസൃഷ്ടി. യഥരോധി സുരശ്രേഷ്ഠ വിളിക്കുകയാണ്. സുരശ്രേഷ്ഠാണ് വിതുരനെ വിളിക്കുകയാണ്. സ്വോദ്വേഗ ഭയത്തോടു കൂടിയ ബാലക അരോധി, ബാലകൻ്റെ കരച്ചിൽ കാരണം ഇവനെ രുദ്രൻ എന്ന് പ്രജകൾ നിന്നെ രുദ്രൻ എന്ന് പ്രജകൾ വിളിക്കുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. തതത്വാം അഭിദാസ്യന്തി, നിനക്ക് ഞാൻ പേര് കൽപ്പിക്കാം. നാംന രുദ്ര ഇതി പ്രജാഹ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ രുദ്രൻ എന്ന് പേരിട്ടു. ഇനി ഈ രുദ്രൻ 11 തരത്തിലുണ്ട് എന്നാണ്. കാരണം ഈ ശിവൻ്റെ പുരാണം 11 ദിവസം കൊണ്ടാണ് വായിക്കുക. ഏകാദശ ആണ് ശിവനെ സംബന്ധിച്ചൊക്കെ 11. അതിൻ്റെ പേര് എവിടുന്നൊക്കെ ജനിച്ചു എന്ന് പറയണു. ഹൃദയം, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, വ്യോമ ആകാശം, വായു അഗ്നി ജലം മഹി ഭൂമി, സൂര്യചന്ദ്ര തപശ്ചൈവ, സൂര്യൻ ചന്ദ്രൻ തപസ് എന്നിങ്ങനെയുള്ള സ്ഥാനാന്യഗ്രേ കൃതാനിമേ സ്ഥാനങ്ങൾ കൽപ്പിച്ചു. ജലലിംഗം, അഗ്നിലിംഗം, ഭൂമിലിംഗം ഒക്കെ പറയണത്, വായുലിംഗം, സൂര്യനെ സംബന്ധിച്ച് പലതും ഉണ്ട്. രുദ്രനെ സംബന്ധിച്ച് ആകാശലിംഗം, ഈ സ്ഥാനങ്ങൾ കൽപ്പിക്കപ്പെട്ടു. സ്ഥാനം വേണമെന്ന് പറഞ്ഞല്ലോ. ഹൃത് ഇന്ദ്രിയങ്ങൾ, ആസു പ്രാണങ്ങൾ. അസു എന്ന് പറഞ്ഞാൽ പ്രാണങ്ങൾ. അസൂല ആര് സന്തോഷിക്കണോ അവരത്രേ അസുരൻ. അസുഷു രമതേ ഇതി അസുര. ദാസു പുറമേയുള്ള ഇന്ദ്രിയങ്ങളിൽ മാത്രം ആനന്ദം കണ്ടെത്തുക. ആത്മീയമില്ല, ഉള്ളിലേക്ക് നോക്കും വേണ്ട.
കുറച്ച് സമയമെങ്കിലും ആത്മീയത്തിൽ ചിലവാക്കാനുള്ളൊരു മടി ആൾക്കാർക്ക് എത്രയാണെന്നറിയോ. 24 മണിക്കൂറുണ്ടായാലും കുറേ ഉറങ്ങിയിട്ടും പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സമയമൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിലൊരു അരമണിക്കൂർ ആസുരന്മാർക്ക് അതുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് അസുരൻ. അപ്പോൾ ഇവിടെ ആസു, പ്രാണൻ, പിന്നെ പഞ്ചഭൂതങ്ങൾ, അവിടെയൊക്കെ ശിവന് സ്ഥാനം കൊടുത്തു. ആകാശലിംഗം, വായുലിംഗം, അഗ്നിലിംഗം, ലലിംഗം, മഹി, ഭൂമിലിംഗം. ഇനി 11 രുദ്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു. അതിൻ്റെ പേരാണ് അടുത്ത ശ്ലോകം. മന്നുർ മനുർ മഹിനസോ മഹാം ശിവഋതധ്വജ ഉഗ്രരേതാ ഭവക്കാലോ വാമദേവോ ധൃതപ്രദ. 11 രുദ്രന്മാർക്ക് 11 പേര് വേണമല്ലോ, ഒരു പേര് പോരാ. മന്യു, മനു. മന്യു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദേഷിയാണ്. മനു, മഹിനസൻ, മഹാൻ, ശിവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു 11 ശിവന്മാരിൽ ഒന്നിൻ്റെ പേരാണ് അത്രേ ശിവൻ. 11 രുദ്രന്മാരിൽ കേട്ടോ, 11 രുദ്രന്മാരിൽ ഒരാളാണ് ശിവൻ. അതുകൊണ്ട് ശിവൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഏത് ശിവനാണെന്നറിയണം. ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ. കാശിയിൽ കാലഭൈരവനുണ്ട് അല്ലേ, ഈ രൂപമാണ് കാലൻ. വാമദേവൻ, ധൃതപ്രദൻ എന്നീ 11 നാമം, 11 ശിവൻ രുദ്രന്മാർക്ക്. ശിവനല്ല, ശിവൻ എന്നുള്ളത് തെറ്റാണ്, രുദ്രൻ. ഏകാദശ രുദ്രന്മാരെന്നാണ് പറയുക, കൽപ്പിച്ചു. അപ്പോഴോ ഈ 11 രുദ്രന്മാർക്കും വിവാഹം കഴിക്കണവർക്കൊക്കെ പത്നിയെ സങ്കല്പിച്ചു കൊടുത്തു. അതാണ് സ്വാഭാവികമായ കാര്യം. സനകുമാരാദികളുടെ അല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്. ധീർ വൃത്തിരി ഉശനോ മാച്ച നിയുർ സർപ്പിരിളാംബിക. ശിവനും വിഷ്ണു ഒക്കെ വിവാഹം കഴിച്ചവരാണ്, ബ്രഹ്മാവും വിവാഹം കഴിച്ചവരാണ്. ത്രിമൂർത്തികളൊക്കെ വിവാഹം കഴിച്ച് മാതൃക കാണിച്ചിരിക്കുന്നു പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കാൻ. ഇരാവതി സുധാദീക്ഷ രുദ്രാണ്യോ ഭദ്രതേ സ്ത്രീയ. രുദ്രന്മാർക്ക് ധി, വൃത്തി, ഉശന, ഉമ എന്ന് പറയുന്നത് ഒരു ശിവന് മാത്രമുള്ളതാട്ടോ, എല്ലാവർക്കും ഉമയില്ല. ധി, വൃത്തി, ഉശന, ഉമ, നിയു, സർപ്പി, ഇള, അംബിക, ഇരാവതി, സുധാ, ദീക്ഷ. ഇതാണ് 11 രുദ്രന്മാർ. ധി, വൃത്തി, ഉശന, ഉമ. ഉഷനോമ എന്നുള്ളതിൽ 2 വാക്കുണ്ട്. ഉമ എന്ന് ചേർത്ത് പറഞ്ഞിരിക്കണം. ഉഷനോമ എന്ന് പറഞ്ഞാൽ എന്താ? ഉഷന പ്ലസ് ഉമ പാർവതി. നിയു, സർപ്പി, ലീള, അംബിക, ഇരാവതി, സുധാ, ദീക്ഷ എന്നീ 11 പത്നിമാരെ 11 രുദ്രന്മാർക്ക് ബ്രഹ്മദേവൻ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഗൃഹാണേതാനി നാമാനി താനാനി ച സയോഷണ ഏഭിസൃജ പ്രജാ ബഹ്വി പ്രജാനാം അസിയത്പതി. ഏതാനീ നാമാനി, ഈ നാമങ്ങളെയും സ്ഥാനാനിജ സ്ഥാനങ്ങളെയും ഗൃഹാണ ഗ്രഹിച്ചാലും. സയോഷണ സ്ത്രീകളോട് കൂടിയവൻ, ഇവരോട് ചേർന്നിട്ട് ബഹ്വീ പ്രജകളെ സൃഷ്ടിച്ചാലും. ഏകാദശ രുദ്രന്മാരോട് ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ലയോ രുദ്ര, ഇവരോട് ചേർന്ന് നീ പ്രജകളെ സൃഷ്ടിച്ചാലും. ഏഭിസൃജ പ്രജാ ബഹ്വി പ്രജകളെ, അനവധി പ്രജകളെ സൃഷ്ടിക്കുക. അതിനാണ് രുദ്രസൃഷ്ടി എന്ന് പറയുന്നത്. ഇത്യാദിഷ്ടസ ഗുരുണ, ഗുരുവായ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടപ്പോൾ. സൃഷ്ടി പറയുമ്പോൾ ബ്രഹ്മാവിനേക്കാളും താഴെ തൻ്റെ സൃഷ്ടിയായിട്ടാണ് ശിവനെ പറയുക. എന്നാൽ ത്രിമൂർത്തി സങ്കല്പത്തിൽ ശിവനാണ് വലുത്. അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ. ത്രിമൂർത്തി സങ്കല്പത്തിൽ ശിവനോ ബ്രഹ്മാവോ വലുത് എന്ന് ചോദിച്ചാൽ ശിവനാണോ വലുത്? ഇവിടെ ഗുരുവായിട്ട് ബ്രഹ്മാവിനെ പറഞ്ഞിരിക്കുന്നു. സൃഷ്ടി സമയത്താണ് അങ്ങനെ കാണുന്നത്. ഇത്യാദിഷ്ടസ ഗുരുണ ഭഗവാൻ നീലലോഹിത, നീലലോഹിതനായിരിക്കുന്ന ഭഗവാൻ, വെളുപ്പും നീലിയും കലർന്ന കളറാണ് നീലലോഹിത. സത്വാകൃതി സ്വഭാവേന സസച്ച ആത്മസമാ പ്രജാ. സനകാദികളെ പോലെ ഇവർ സൃഷ്ടിക്ക് നിരസിച്ചില്ല, വേണ്ട പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല.
സത്വാകൃതി സ്വഭാവേന, സത്വം ആകൃതി സ്വഭാവം ഇതുകൊണ്ടൊക്കെ ശിവന് തുല്യമായ മക്കളെ സൃഷ്ടിച്ചു, പ്രജകളെ സൃഷ്ടിച്ചു. ഒരുപാട് മക്കളുണ്ട്. നമ്മൾ അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ ഇതൊക്കെ കേട്ടിരിക്കേണ്ട ഗണപതി, അതൊന്നല്ല, ശിവന് കുറേ മക്കളുണ്ട്. സത്വാകൃതി സ്വഭാവേന സ്ഥിതർച്ച ആത്മസമാ പ്രജാഹ, തനിക്ക് തുല്യമായ ഗുണങ്ങളോട് കൂടിയ മക്കളെ രുദ്രൻ സൃഷ്ടിച്ചു. എത്രയാ സൃഷ്ടിച്ചതെന്നറിയോ? കുറേ സൃഷ്ടിച്ചിട്ടുണ്ട്. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താം ജഗൽ നിശാഭ്യസംഖ്യശോ യൂതാൻ പ്രജാപതിരസം ഗുരു. രുദ്രസൃഷ്ടികളെ കൊണ്ട് ലോകം നിറഞ്ഞു. അങ്ങോട്ട് ആകെ ഭയങ്കരമായി, വല്ലാത്ത അവസ്ഥയാണ്. ആലോചിച്ച് നോക്കുക, ഒക്കെ രുദ്രന്മാർ ലോകത്തിൽ നിറഞ്ഞാൽ എന്താവും കഥ? അച്ഛൻ രുദ്രൻ, അമ്മ രുദ്രൻ, രുദ്രാണി, മക്കൾ രുദ്ര സ്വഭാവം, എല്ലാവരും ഒരു വീട്ടിൽ നിറച്ച് രുദ്രന്മാർ. തമാശയായിട്ട് പറയുന്ന സംഭവമാണത്. ബസ് കയറിയാൽ നിറച്ച് രുദ്രന്മാർ, ഡ്രൈവർ ഒരു രുദ്രൻ ഓടിക്കുക, കണ്ടക്ടർ വേറൊരു രുദ്രൻ കൈ കാട്ടുക, നിയമസഭയിലൊക്കെ രുദ്രന്മാരിങ്ങനെ ഇരിക്കുക, മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട രുദ്രൻ. എന്താവും ലോകത്തിലെ അവസ്ഥ? ഒക്കെ ചന്ദ്രക്കലിയും കഴുത്തിൽ പാമ്പും ചെടിയായി രുദ്രന്മാർ ലോകത്തിൽ നിറഞ്ഞാൽ ശരിയല്ല എന്ന് ബ്രഹ്മാവിന് തോന്നി. എവിടെ നോക്കിയാലും രുദ്രസൃഷ്ടിയാണ്. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്ത ഗസതാം ജഗത്, ലോകം നിറഞ്ഞു. നിശാമ്യ സംഖ്യശോ യൂതാം പ്രജാപതി രശങ്കത, ബ്രഹ്മാവ് ശങ്കിച്ചു, ഈശ്വര ഇങ്ങനെ സൃഷ്ടി വേണ്ട, ലോകം മുഴുവൻ രുദ്രന്മാരെ കൊണ്ട് ഏതായാലും നിറയണ്ട. അപ്പം എന്ത് ചെയ്തു? സൃഷ്ടി നിർത്താൻ പറഞ്ഞു. അലം പ്രജാഭി സൃഷ്ടാഭി ഈദൃശീഭി സുരോത്തമ, നീലലോഹിതനെ വിളിക്കണം സുരോത്തമ, സൃഷ്ടി ഇങ്ങനത്തെ വേണ്ട കേട്ടോ, നിർത്തിക്കോളൂ, ഈ വയ്യ, ലോകം മുഴുവൻ രുദ്രന്മാരായ ബുദ്ധിമുട്ടെന്ന് ഇട്ട. അലം പ്രജാഭി സൃഷ്ടാഭി, ഇത്തരം സൃഷ്ടി താങ്കൾ നിർത്തുക നല്ലത്. മയാതകതകൻ ദേവി ദിശച്ചുഭിരുത്പണീ, ദഹിപ്പിക്കുന്ന ഈ പ്രജകൾ ലോകത്തിൽ വേണ്ട. ശിവൻ കണ്ണാണ് തുറന്നാൽ ലോകം മുഴുവൻ ഇല്ലാണ്ടാവും. ഒരു ശിവനെ കൊണ്ട് തന്നെ ഇത്ര മുട്ടാണെച്ചാൽ ഇത്രയും ശിവൻ ഉണ്ടായ എന്താവും കഥ? രുദ്രനെ പ്രസവിച്ച കുട്ടിയെ കാണാം, അവിടെ പോയൊക്കെ രുദ്രനാണ്. രുദ്രക്കുട്ടി കിടക്കുക, രുദ്രക്കുട്ടി കളിക്കുക, രുദ്രക്കുട്ടി ഓരോന്ന് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ അലം പ്രജാഭി സൃഷ്ടാഭി, ഇങ്ങനത്തെ സൃഷ്ടി വേണ്ട, തപസ്സാണ് നല്ലത്. അതിനെ ഭേദം സനത്കുമാരാദികൾ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നിയ ആർക്ക്? ബ്രഹ്മദേവന്. തപ ആദിഷ്ട ഭദ്രന്തേ സർവഭൂത സുഖാവഹം, ഭദ്രന്തേ അങ്ങയ്ക്ക് നന്മ ഉണ്ടാവട്ടെ, എല്ലാവർക്കും സുഖമുള്ള തപസ് മതി കേട്ടോ, തപസ്സാണ് നല്ലത്, വിവാഹവും വേണ്ട പ്രജാസൃഷ്ടിയും വേണ്ട എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. തപ ആദിഷ്ട തേ ഭദ്രം, ഉനക്ക് ഭദ്രം ഉണ്ടാവട്ടെ, തപസ് അനുഷ്ഠിക്കൂ. തപസ്സിൻ്റെ പ്രത്യേകത എല്ലാവർക്കും സുഖമാണ്, അങ്ങനത്തെ തപസ് മതി എന്ന് ബ്രഹ്മദേവൻ തിരുത്തി പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഗുണവും പറയണം. എന്താ തപസ്? ഇതാ ഗുണം. തപസ് ഇവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിതം ഭവാൻ, തപസ് കൊണ്ടല്ലേ ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് അത് തന്നെയാണ് നല്ലത്. അപ്പം ശിവൻ അതും കേട്ടു. ശിവന് നല്ല അനുസരണമാണ് അച്ഛനെ. ബ്രഹ്മാവ് തെറ്റിക്കാൻ പറഞ്ഞു, തെറ്റിച്ച് നിർത്തിക്കോളൂ പറഞ്ഞു, നിർത്തി. ഇതനുസരണ. തപസൈവ പരഞ്ജ്യോതിർ ഭഗവന്ത മതോക്ഷജം സർവഭൂത ഗുഹാവാസം അഞ്ചസാ വിന്ദതേ പുമാൻ. തപസ്സിൻ്റെ ഗുണം പറയുകയാണ്. തപസ് കൊണ്ടാണ് മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ നേടുന്നത്. തപസ് അനുഷ്ഠിച്ചിട്ട്, തപസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം അറിയുമോ? പ്രധാന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിനാണ് തപസ് എന്ന് പറയുക. ശരിക്കും പറയുക വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ PhD എടുത്ത് തീസിസ് എഴുതണമെച്ചാൽ അതൊരു തപസ്സാണെന്ന് പറയാറുണ്ട്. 24 മണിക്കൂർ അതിനെ പറ്റിയിട്ട് എത്രേ അവർക്ക് ചിന്തയുണ്ടാവുള്ളൂ. അത് എഴുതി എന്തൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം, എവിടെയൊക്കെ പോയിട്ട് റിസർച്ച് നടത്തണം, ഏത് വിഷയമാണ് അല്ലേ? അപ്പോൾ അതൊരു തപസ്സല്ലേ? അതെ. ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ലക്ഷ്യം നേടാൻ ചെയ്യുന്ന കഠിന ശ്രമത്തിനെ തപസ് എന്ന് പറയാം.
സാധാരണ ആ ലക്ഷ്യം എന്താവും? ബ്രഹ്മപ്രാപ്തിയാവുമെന്ന് മാത്രം. അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തി മാത്രമേ തപസ്സുള്ളൂ എന്നില്ല. തപസൈവ പരഞ്ജ്യോതിർ ഭഗവന്തം അധോക്ഷജം. എല്ലാവരും തപസ്സുകൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഗുഹയിൽ വസിക്കുന്നവനായ ഈശ്വരനെ, സർവഭൂത ഗുഹാവാസം, ഗൂഢമായി വസിക്കുന്നതായിട്ടുള്ള ഈശ്വരനെ അഞ്ജസാ വിന്ദതേ പുമാൻ, ഈശ്വരനെ തപസ്സുകൊണ്ട് പ്രാപിക്കുന്നു. പ്രകാരം ശിവനോട് പറഞ്ഞു. ശിവൻ അനുസരിച്ചു. മൈത്രേയ ഉവാച ഏവ ആത്മഭുവാതിഷ്ടപരിക്രമ്യ ഗിരാം പതിം ബാഡമിത്യമുമാമന്ത്രിയ വിവേശ തപസേവനം. ഏവം ഇപ്രകാരം ആത്മഭുവ ബ്രഹ്മാവിനാൽ, ആത്മഭൂ ബ്രഹ്മാവ്, ആദിഷ്ട കൽപ്പിക്കപ്പെട്ടവനായിട്ട് പാർട്ടിസിപ്പിൾ, ഗിരാംപതിം വേദകർത്താവിനെ, ഗിരാംപതിം, ഗിരം എന്ന് പറഞ്ഞാൽ വാക്ക്, വേദം എന്നും അർത്ഥമുണ്ട്. വാക്ക് എന്നുള്ള ശബ്ദം ചിലപ്പോൾ വേദത്തിന് പര്യായമായിട്ട് പല ദിക്കിലും പറയാറുണ്ട്. ഗിരാംപതിം വേദകർത്താവിനെ, ആരാ? ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്തിട്ട് ബാഠം ഇതി അങ്ങനെയാവാം എന്ന് സമ്മതിച്ചു. ആത്മഭുവ ഏവം ആദിഷ്ട, ബ്രഹ്മാവിനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ടിട്ട് ഗിരാംപതിം പരിക്രമ്യ, ആ ബ്രഹ്മാവിനെ പ്രദക്ഷിണം വെച്ചിട്ട്, അച്ഛൻ സ്ഥാനാണല്ലോ, പ്രദക്ഷിണം വെച്ചിട്ട് അങ്ങനെയാവാം. ഇതിനാണ് ബാഠം എന്ന് പറയുക. ബാഠം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ആവാം, ആവട്ടെ, അങ്ങനെ ആവട്ടെ, ഓക്കെ എന്ന് ഇംഗ്ലീഷിൽ പറയാം വേണമെങ്കിൽ. ബാഠം ഇത്യാമും മാമന്ത്രിയ വിവേശ തപസേ വനം, തപസ്സിനായിക്കൊണ്ട് വനത്തിലേക്ക് പോയി. അതാപിത്യായതസ്തർഗം ദശപുത്ര പ്രജജ്ഞിരേ ഭഗവത് ശക്തിയുക്തസ്യ ലോകസന്ധാനഹേതവ. അടുത്ത ശ്ലോകം. അനന്തരം, അഥ അനന്തരം, സർഗം സൃഷ്ടിയെ, അഭിധ്യായത ആലോചിക്കുന്നവനായ, ഭഗവാന്റെ ഭഗവത് ശക്തിയുക്തസ്യ ബ്രഹ്മാവിൻ്റെ, ബ്രഹ്മാവിൻ്റെ പറഞ്ഞാൽ മതി, ബ്രഹ്മണ പറഞ്ഞാൽ മതി. ഭഗവത് ശക്തിയുക്തസ്യ മീൻസ് ബ്രഹ്മാവിൻ്റെ ശക്തിയോടു കൂടിയവനായ ബ്രഹ്മണ, ബ്രഹ്മാവിൽ നിന്ന്. ലോകസന്ധാന എന്ന് പറഞ്ഞാൽ മതി, മറ്റേ വിശേഷണമാണ്. ഭഗവത് ശക്തിയുക്തസ്യ എന്ന് ബ്രഹ്മാവിൻ്റെ വിശേഷണം. ലോകവൃത്തിക്ക് കാരണഭൂതന്മാരായ ലോകസന്ധാന ഹേതവേ ദശപുത്ര 10 പുത്രന്മാർ ജനിച്ചു ബ്രഹ്മാവിൽ നിന്ന്. അഥ സർഗം അഭിധ്യായത ബ്രഹ്മണ, സൃഷ്ടി ആലോചിക്കുന്ന ബ്രഹ്മാവിന് ദശപുത്ര പ്രജജ്ഞിരേ 10 പുത്രന്മാർ ജനിച്ചു. എങ്ങനത്തെ? ലോകസന്ധാന ഹേതവ, ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ സൃഷ്ടി വർധനവിന് ഉതകുന്ന 10 പുത്രന്മാർ ജനിച്ചു. അതാരൊക്കെയെന്ന് അടുത്ത ശ്ലോകം. മരീചിരത് തനക്കുമാരാദികൾ ആദ്യം ജനിച്ചു, 11 രുദ്രന്മാർ പിന്നെ ജനിച്ചു. അത്തരം സൃഷ്ടി വേണ്ടാന്ന് പറഞ്ഞു, തപസ്സിന് അയച്ചു. ഇതിന് ശേഷം എന്താ? മൂന്നാമതായിട്ട് ഇവിടുത്തെ 3 കേട്ടോ, 10 സൃഷ്ടി ഉണ്ടായി. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗുർ, വസിഷ്ഠോ, ദക്ഷ, ദശമത്തത്ര നാരദ. 10ാമത്തെ നാരദനാണ്. നാരദനും ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ. നടിയിൽ നിന്നുണ്ടായി എന്നാണ്, ഓരോ അവയവത്തിൽ നിന്ന് ഓരോരുത്തരുണ്ടായി എന്നാണ്. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, ദശമത്തത്ര നാരദ. 10ാമത്തെ നാരദനും. അങ്ങനെ 10 സൃഷ്ടി ഉണ്ടായി. വിശേഷം പറയാനൊന്നുമില്ല. സ്വയംഭുവ ബ്രഹ്മാവിൻ്റെ എവിടുന്നൊക്കെ ആരൊക്കെ ഉണ്ടായി? ഉത്സംഗാത്, ഓരോരുത്തരെ സൃഷ്ടിച്ചിട്ട് അതിൽ കൂടെ സൃഷ്ടി വർദ്ധിക്കൽ ഇനി വേണ്ട എന്ന് തൽക്കാലം ബ്രഹ്മാവ് തീരുമാനിച്ചു. രുദ്രസൃഷ്ടിയെ പോലെ സൃഷ്ടിയെ കൊണ്ട് ലോകം നിറഞ്ഞാലോ. ഉത്സംഗാത്, മടിയിൽ നിന്ന് നാരദൻ ഉണ്ടായി.
ഹിരണ്യഗർഭാംഗഭുവം മുനീന്ന് ശിശുപാലവരത്തിൽ നാരദനെ അങ്ങനെയാണ് പറയുക. ഹിരണ്യഗർഭാംഗഭുവം നരോ മുനി. ഹിരണ്യഗർഭൻ ബ്രഹ്മാവ്, അംഗം മടി, മടിയിൽ നിന്നുണ്ടായ നാരദൻ. പിന്നെയോ അങ്കുഷ്ടാത്, പെരുവിരലിൽ നിന്ന് ദക്ഷൻ, പെരുവിരലിൽ നിന്ന് ദക്ഷനുണ്ടായി. ഈ പെരുവിരൽ ഈ ക്രിയയുടെയൊക്കെ ഒരു പ്രതീകമാണ്. ദക്ഷൻ കുറച്ച് കർമ്മകുശലനാണ്. അതാണ് ദക്ഷ അങ്കുഷ്ട പ്രജായത. ദക്ഷൻ പെരുവിരലിൽ നിന്ന് ജനിച്ചു. പ്രാണാത് വസിഷ്ഠ, പ്രാണനിൽ നിന്ന് വസിഷ്ഠൻ. ഇപ്പോൾ വസിഷ്ഠനും ബ്രഹ്മപുത്രനാണ്. പ്രാണനിൽ നിന്ന് വസിഷ്ഠനും. ത്വചി ഭൃഗു, ത്വക്കിൽ നിന്ന് ഭൃഗു ഉണ്ടായി. കരാത് ക്രതു, കയ്യിൽ നിന്ന് ക്രതു ഉണ്ടായി മഹർഷി. നാഭിത പുലഹ, നാഭിയിൽ നിന്ന് പുലഹൻ ഉണ്ടായി. കർണയോ പുലസ്ത്യ, ചെവിയിൽ നിന്ന് പുലസ്ത്യൻ ഋഷി ഉണ്ടായി. മുഖത അങ്കിരസ, മുഖത്തിൽ നിന്ന് അങ്കിരസ് ഉണ്ടായി. അക്ഷ്ണ അത്രി, കണ്ണിൽ നിന്ന്, അക്ഷ്ണം കണ്ണ്, കണ്ണിൽ നിന്ന് അത്രിയും. മനസ മരീചി, മനസ്സിൽ നിന്ന് മരീചിയും ജനിച്ചു. 10 സിട്ടിയാണ് രുദ്രസിട്ടിക്ക് ശേഷം ഉണ്ടായത്. ആരൊക്കെയാ? നാരദൻ, ഉത്സംഗാത് നാരദോ, മടിയിൽ നിന്ന് നാരദൻ. ദക്ഷോ അങ്കുഷ്ടാത്, പെരുവിരലിൽ നിന്ന് ദക്ഷൻ. ജജ്ഞേ ഉണ്ടായി. സ്വയംഭുവ, പ്രാണാത് വസിഷ്ഠ, സ്വയംഭുവ ബ്രഹ്മാവ്, പ്രാണനിൽ നിന്ന് വസിഷ്ഠനും. ത്വചി, ത്വക്കിൽ നിന്ന് ഭൃഗുവും, കയ്യിൽ നിന്ന് ക്രതുവും ഉണ്ടായി. നാഭിയിൽ നിന്ന് പുലഹനും, ചെവിയിൽ നിന്ന് പുലസ്ത്യനും, മുഖത്തിൽ നിന്ന് അങ്കിരസും, മനസ്സിൽ നിന്ന് മരീചിവി. 10 സിട്ടിയാണ് രുദ്രസിട്ടിക്ക് ശേഷം ഉണ്ടായത്. ധർമ്മത്തനാ ദക്ഷിണതോ എത്ര നാരായണ സ്വയം അധർമ്മപൃഷ്ടതോ യസ്മാൻ മൃത്യുർലോക ഭയങ്കര. ഇനി എന്തൊക്കെയുണ്ടായി? വലത്തെ മാറിടത്തിൽ നിന്ന്, സ്ഥലത്തിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ വലത്ത് ഭാഗത്തെ സ്ഥലത്തിൽ നിന്ന് ദക്ഷിണത സ്ഥന, ദക്ഷിണം വലത്ത്. ദക്ഷിണം എന്നുള്ള വാക്കിന് കുറച്ചും കൂടി പ്രാപ്തി ഉള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. വലത്തെ കൈയാണല്ലോ എപ്പോഴും ഒന്നും കൂടി. അവൻ്റെ വലം കൈയാണെന്ന് അവരാരും ഇടം കൈയാണെന്ന് പറയില്ല. അപ്പോൾ അതാണ് ഈ ദക്ഷിണത. മാറിൽ നിന്നുണ്ടായി. ധർമ്മൻ നാരായണൻ ജനിച്ചു. ധർമ്മൻ എന്ന ഋഷി ജനിച്ചു. ദക്ഷിണത, വലത്തെ സ്ഥലത്തിൽ നിന്ന് നാരായണൻ ജനിച്ചു. അവൻ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ്. സ്വയം നാരായണനായിട്ട് ധർമ്മൻ ജനിച്ചു. പിന്നിൽ നിന്ന് അധർമ്മം ഉണ്ടായി. മുന്നിൽ നിന്ന് ധർമ്മവും പിന്നിൽ നിന്ന് അധർമ്മവും ആണ്. ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെയും പിൻഭാഗത്തൊന്നും നടത്തരുത് എന്ന് പറയും. മുമ്പിലാവാം, സൈഡിലാവാം, ഇടത്താവാം, വലത്താവാം. നേരെ പിൻഭാഗത്ത് പാടില്ല. അത് അധർമ്മമാണ്. ഒരു ദേവൻ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ ദേവൻ്റെ പുറകിൽ ഒരു പരിപാടി നടത്തുന്നത് അധർമ്മമാണ്. ഒന്നും അവിടെ ഈശ്വരകാര്യം നടത്തിയാൽ അത് നേരെയാവില്ല എന്നാണ് പറയുക. ബാക്കി 3 ദിക്കിലും ആവാം. ഒരു കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അങ്ങനെയില്ല. പടിഞ്ഞാറാവാം, മുമ്പിലാച്ചാവാം, കിഴക്കാച്ച പിന്നിൽ പാടില്ല. അപ്പോൾ പിൻഭാഗം, ഭഗവാന്റെ പിൻഭാഗത്തൊരു കാര്യം നടത്തരുത്. പൃഷ്ഠത അധർമ്മ, അത് അധർമ്മമാണ്. ഇനി ലോകഭയങ്കര മൃത്യു മരണം ഉണ്ടായ പിൻഭാഗത്തിൽ നിന്ന് അധർമ്മഭാവത്തിലാണ് കാലൻ ഉണ്ടായത്. അതെന്തിനെ സൃഷ്ടിച്ചത്? ഇട്ടിക്കാതിരുന്നൂടെ, എന്നാൽ ആർക്കും ഇവിടുന്ന് മരിക്കണ്ടല്ലോ എന്നാണെങ്കിൽ അത് ഭയങ്കര കുഴപ്പമാവും. ഒരിക്കൽ ഭഗവാൻ ശിവൻ, ഇവനാണ് ഈ ആലോചന ഇല്ലാണ്ട് ഓരോന്നൊക്കെ ചെയ്യും. കാലനെ ദയിപ്പിച്ചു മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ. ലോകത്തിൽ കാലൻ ഇല്ലാണ്ടായി, ആരും മരിക്കണില്ല. 65 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ശല്യമായിരിക്കണം അവരെ കൊണ്ടല്ലേ. ഇപ്പം 100 വയസ്സ്, 200 വയസ്സ്, 300 വയസ്സ്, 400 വയസ്സ് എന്നും പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ജീവിച്ചാലോ. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായതോരോ. അത്രയും നന്നങ്ങാടി
വലിയങ്ങാടി പറഞ്ഞ പോലെ അകങ്ങാടിയല്ല കേട്ടോ അത്. നന്നങ്ങാടികൾ എന്ന് പറഞ്ഞ് അവരെ ഭരണിയിൽ അടച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നു. ആർക്കറിയാം സത്യം. അങ്ങനെ ചില അവശിഷ്ടങ്ങൾ ചില ദിക്കിന്ന് കിട്ടിയതായിട്ട് തെളിവുണ്ട്. അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു അതൊന്നും പറയാൻ വയ്യ. അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഈ കാലൻ ഇല്ലാതെ പറ്റില്ല. അതാത് സമയം വരുമ്പോൾ പഴയത് പോകണം. ഈ ആക്രിക്കാർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പഴയതൊക്കെ എടുത്തു കൊടുക്കും. പുതിയ സാധനങ്ങളോ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പഴയത് എന്ത് ചെയ്യും, കൊടുക്കും ഇല്ലേ? രണ്ടും കൂടി ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥിതി എന്താവും? അത് തന്നെ ലോകം. പഴയ ആൾക്കാരൊക്കെ നിറഞ്ഞാൽ ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല പുതിയ തലമുറയ്ക്ക്. ഇപ്പം തന്നെ തലമുറയ്ക്ക് 65 കഴിയുമ്പോഴേക്കും അവരെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കാലത്തിൽ അനുസരിച്ച് വരണത്. അപ്പം മൃത്യു ആവശ്യമാണ്. ഒരു കാലം വരുമ്പോൾ പഴയതൊക്കെ പോയി ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ന്യൂ, പുതിയത് വരണം. ആ കാലനെ പിൻഭാഗത്തു നിന്ന് തെറ്റിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.